വെൽക്കം ടു സ്റ്റാൻസ് കിച്ചൺ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കോൺ ഡോഗ് ആണ്. ചിക്കൻ്റെ സോസേജ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 5 സോസേജ് എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ആണ്. ഇപ്പം സോസേജിൻ്റെ കുറച്ച് പാർട്ട്, ഒരു 1/4 പാർട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനകത്ത് ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് സോസേജും ഹാഫ് ചീസുമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം ചീസ് വേണ്ട, ഫുള്ള് സോസേജ് മതിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പം 4 എണ്ണം ഞാൻ സോസേജും ചീസും കൂടെ ആയിട്ടാണ് കോൺ ഡോഗ് ചെയ്യുന്നത്. മൊസറല്ല ചീസാണ്, അത് ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കോൺ ഡോഗിന് വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് പോപ്സിക്കിൾ സ്റ്റിക്ക് അല്ലെങ്കിൽ സ്ക്യൂവേഴ്സ് ആയാലും മതി. ഇനി ഒരു പോപ്സിക്കിൾ സ്റ്റിക്കിനകത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹോട്ട് ഡോഗ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്ക്യൂ ചെയ്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസും കൂടെ അതിൻ്റെ കൂടെ വെക്കാം. ഇതിപ്പോൾ ഹാഫ് സോസേജും ഹാഫ് ചീസും കൂടെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതാണ്ട് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. ആ സമയത്ത് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. അതിന് 1/2 കപ്പ് ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺ മീലാണ്. അതിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 എഗ്ഗാണ്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗാർലിക് പൗഡർ, പാപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ചില്ലി പൗഡർ വേണം. അത് സ്പൈസി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അതൊരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഡ്രൈ പാഴ്സ്ലി, പിന്നെ 1 കപ്പ് ബട്ടർമിൽക്ക്. അതിപ്പം ഇത് മിക്സ് ചെയ്യുമ്പം ഇത്തിരി തിക്കായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 1 കപ്പ് ബട്ടർമിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഓയിൽ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ ഈ ഹോട്ട് ഡോഗും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിനകത്ത് ഇങ്ങനെ ടിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ ഹോട്ടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അത് മറിച്ചും തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് എടുക്കും ഇത് കുക്ക് ചെയ്ത് വരാനായിട്ട്. ഇപ്പോൾ ഇതാണ്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ഹോട്ട് ഡോഗും കൂടെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ ബ്രെഡ് ക്രംസ് ഇല്ലാതെ ഫ്രൈ ചെയ്യുന്നതാണ്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നോക്കിയിട്ട് അതനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പുറത്തുള്ള ബാറ്റർ ഫ്രൈ ആയിപ്പോവും.
അങ്ങനെ എല്ലാ കോണ്ടോവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ടോപ്പിലോട്ട് ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതി. പിന്നെ കുറച്ച് മസ്റ്റാർഡ് സോസും കൂടെ. ഇതിപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഡിന്നറിനോ അല്ലെങ്കിൽ സ്നാക്സിനോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കായാലും ഇത് വളരെ ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തിപ്പം ചിക്കൻ്റെ സോസേജ് അല്ലേ, അതിന് പകരം സോസേജ് ഇല്ലാതെ നമുക്ക് ചീസിൻ്റെ സ്റ്റിക്ക് കിട്ടുമല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നിടം വരെ ബൈ.